നമസ്കാരം. ഒരു നല്ല നാളെയുടെ അല്ലെങ്കിൽ നല്ല ഭാവിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും പ്രവാസിയാകുന്നത്. എന്നാൽ അവിടെയുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തുന്നവർ വിരളമാണ്. ഒമാന്റെ ബിസിനസ് രംഗത്ത് ഗൾഫ് സ്റ്റാർ ഗ്ലോബൽ എന്ന പേരിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ശ്രീ കുട്ടനപ്പാട്ടും കുടുംബവുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമ്മുടെ ഗൾഫ് സ്റ്റാർ ഗ്ലോബൽ എന്ന സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ താങ്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു തുടക്കം അതേക്കുറിച്ചൊന്ന് പറയുമോ? ഇവിടെ 1982 മെയ് 31 മസ്കറ്റിൽ ഒരു ഡ്രൈവറായിട്ട് വരുന്നത്. അങ്ങനെ 7 വർഷത്തോളം ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. പിന്നെ വളരെയധികം കഷ്ടപ്പാടും കാര്യങ്ങളും ഇത് ചെയ്തു. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അതിന് ശേഷമാണ് ബിസിനസ് തുടങ്ങാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഗൾഫ് സ്റ്റാർ ഗ്ലോബൽ ഡീൽ ചെയ്യുന്ന മേഖലകൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? എന്തൊക്കെ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അസാഡ് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടിങ് കമ്പനിയുണ്ട്, രണ്ടും കൂടി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മകനാണ്. അവൻ വർക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സലാല, മസ്കറ്റ്, ദുഃഖം 3 പോർട്ടിലെ വർക്കായി ചെയ്യുന്നത്. അത് ശരി. നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട്, അതൊരു ബിസിനസ്മാൻ ആയിക്കോട്ടെ ഏതൊരു മേഖലയിലായാലും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സാറിൻ്റെ കുടുംബാംഗങ്ങളെ സാറിന് ഞങ്ങൾക്കത് പരിചയപ്പെടുത്തുന്നുള്ളൂ. സപ്പോർട്ടുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വൈഫിന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ 3 മക്കളാണ്. മൂത്തത് മോള് ഡോക്ടറാണ്, ഹസ്ബൻഡ് ഡോക്ടറാണ്. രണ്ടാമത്തെ മോൻ ബിസിനസ് കാര്യങ്ങൾ മസ്കറ്റിൽ എൻ്റെ ബിസിനസ് എല്ലാം ചെയ്യുന്നവനാണ് ഇപ്പോൾ. ഇദ്ദേഹമാണ്. ഓക്കെ. 3ാമത്തെ മോൻ ഡോക്ടറാണ്. ഡോക്ടർമാരാണ് മുഴുവൻ. മരുമോള് ഡോക്ടറാണ്. 4 ഡോക്ടർമാരുള്ള ഫാമിലി. മോളുടെ അച്ഛനായിരിക്കുന്നത് അഡ്വക്കേറ്റാണ്. എറണാകുളത്ത് വൈഫ് അല്ല. ഇതാണ് ഞങ്ങളുടെ കുടുംബം. മറ്റ് 2 പേരും ഡോക്ടേഴ്സാണ്. അപ്പം അച്ഛൻ്റെ വലങ്കൈയായിട്ട് നിൽക്കുന്ന മകൻ നമ്മളുടെ കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ അച്ഛനും മോനും തമ്മിലുള്ളൊരു ബിസിനസ് ഡീലുകളെ പറ്റിയിട്ടൊന്ന് പറയൂ. ബിസിനസ് ഡീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ 30+ ഇയേഴ്സോളം ഈ ബിസിനസ്സിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 16 ഇയേഴ്സ് ആയിട്ടുള്ളൂ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബേസ് ഇതായിക്കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. കാരണം അച്ഛൻ കഷ്ടപ്പെട്ട് എത്തിച്ചു, നോക്കിയാത്തൊരു കാര്യങ്ങൾ ഒരാൾ വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്കാണ് ഒപ്പം കൂടിയത്. ഒരിക്കലും മറ്റൊരു പ്രൊഫഷനിലേക്ക് പോകണം അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നല്ലോ. ബിസിനസ്സുകാരനായ അച്ഛനെ കണ്ടപ്പോൾ ബിസിനസ് എന്നുള്ള ഒരു ഇത് മനസ്സിൽ അന്നേ സ്ട്രൈക്ക് ചെയ്തിരുന്നോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കോളേജ് പഠിക്കാൻ വന്നു. അപ്പോഴാണ് ആക്ച്വലി നേരിട്ട് കാണുന്നത് അച്ഛൻ്റെ ഹാർഡ് വർക്ക്. അതായത് നമ്മുടെ നാട്ടിലും പിന്നെ ഇവിടെ ഒക്കെയാണല്ലോ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്ത തന്നെയില്ലല്ലോ. നമ്മുടെ ഇപ്പം എന്തെങ്കിലും ആവശ്യമെങ്കിൽ അച്ഛൻ പറയാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം കോളേജിലേക്ക് വന്ന സമയത്താണ് നമ്മൾ എടുത്ത് കാണുന്നത് വർക്കിൻ്റെ ഹാർഡ് വർക്കിൻ്റെ. അപ്പോൾ നമുക്ക് ബേസ് ഇതാണെന്ന് പ്രോപ്പർ മനസ്സിലായത്. ഈ ഹാർഡ് വർക്കിനാണ് ബേസ് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഹെൽപ്പ് ചെയ്യാനൊപ്പം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്നു. അച്ഛൻ്റെ അഡ്വൈസസ് ബിസിനസ്സിൽ ഇപ്പോഴും മുതൽക്കൂട്ട് തന്നെയാണ്. പ്ലാനിങ്സ് എല്ലാം 2 പേരും കൂടെ ഒരുമിച്ച് തന്നെയാണ്. ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ പോലെ അച്ഛനോട് ചോദിക്കും എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് പറയുമ്പോൾ ബെറ്ററോട് മുന്നോട്ട് പോയിട്ട് ചെയ്യാനും. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ അച്ഛൻ്റെ ഈ ഒരു വളർച്ച നോക്കിക്കാണുന്ന ഒരു മക്കളാണ് നിങ്ങൾ. അത് നിങ്ങളെ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടേതായ ഒരു സപ്പോർട്ട് അച്ഛന് നൽകാൻ സാധിച്ചത്? അച്ഛന് സപ്പോർട്ടായിട്ട് നമ്മൾ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനില്ല. കാരണം നമുക്ക് ഏതൊരു കാര്യമായിക്കോട്ടെ, ഇപ്പോൾ എനിക്ക് MBBS കയറണം എന്നുള്ളത് നല്ല അതിയായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ആവണം, നല്ല മീൻസ് പേഷ്യൻസ് നല്ല രീതിയിൽ ഒരു എൻ്റേതായിട്ടുള്ള ഹെൽപ്പ് ആൾക്കാർക്ക് കൊടുക്കണം എന്ന്. അത് നമുക്കെല്ലാവർക്കും അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എത്ര നിങ്ങളോട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു ആൾക്കാരെ, ആ സഹായം നിങ്ങളെല്ലാപ്പോഴും കൊടുക്കണം. ഒന്നും നോക്കാണ്ട് ആൾക്കാരെ നിങ്ങളിൽ എന്തുണ്ടോ അത് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് പൈസ ആയിക്കോട്ടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പാവപ്പെട്ടവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം, പാവപ്പെട്ടവർക്ക്. സോ അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു മേഖല എന്ന് നോക്കിയപ്പോൾ ഡോക്ടർ എന്ന രീതിയിലാണ് നമുക്ക് വന്നത്. സോ ആ ഒരു ആഗ്രഹം അച്ഛൻ്റെ അടുത്ത് പറയേണ്ട താമസം നമുക്കറിയാം. അതായത് വേറെ ഒന്നും നമ്മൾ ബാക്കിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അച്ഛനെല്ലാം ചെയ്തു തരും, നടത്തി തരും. സോ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.
യെസ്. അപ്പോൾ സപ്പോർട്ട് നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അച്ഛനാണ് ഫുൾ സപ്പോർട്ട് നമുക്ക് തരുന്നത്. അച്ഛൻ മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്. എന്തായാലും നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ എവിടെയാണെങ്കിലും നമ്മുടെ പാരൻസ് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ബാക്ക് സപ്പോർട്ട് തന്നെയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളായിരിക്കും നിങ്ങളിലൂടെ ചിലപ്പോൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വാല്യൂ നിങ്ങളിൽ എത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ അച്ഛൻ്റെ ഒരു സംഭവം, അച്ഛൻ ഹാർഡ് വർക്ക്, അച്ഛൻ പറയാറുണ്ട്. അതായത് അച്ഛൻ 3 ജന്മത്തിൽ ചെയ്യേണ്ട പണി അച്ഛൻ പണിയെടുത്തിട്ടുണ്ടെന്ന്, ഹാർഡ് വർക്ക്. സോ അതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ അതായിരുന്നു. അതായത് ഹാർഡ് വർക്ക് വേണം, ഡിസിപ്ലിൻ വേണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു ഒരു പാഠമാണ് അച്ഛൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. സോ അതായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് നമ്മൾക്കുള്ള സപ്പോർട്ട്. അച്ഛൻ്റെ പ്രിയപ്പെട്ട പെൺമക്കൾ, മകളും മരുമക്കളും, എന്താണ് അച്ഛനിൽ കണ്ട ഒരു നല്ല ക്വാളിറ്റി, അല്ലെ ആസ് എ ബിസിനസ് മാൻ ആളിൽ കണ്ട ഒരു നല്ല ക്വാളിറ്റി എന്താണ്? ബിസിനസ് മാനിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായാലും, ഇതിപ്പോൾ എന്തെങ്കിലും ഒരു നാശനഷ്ടം വന്നാലോ ഓർ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വന്നാലോ കുലുങ്ങൂല. കുഴപ്പമില്ല, നമ്മളെ ദൈവം രക്ഷിക്കും, നമ്മളെ ദൈവങ്ങൾ രക്ഷിച്ചു, ഇത്രയേ ഉള്ളൂ. അതില്ല നമുക്ക് പേടിയാവും ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോണേ, എന്താ ഉണ്ടാവുന്ന കാര്യം. കാരണം നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ബിസിനസ് അല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലേ, അപ്സ് ആൻഡ് ഡൗൺസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഡൗൺസ് ഭയങ്കര സിവിയറായ ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, അതേപടി തിരിച്ചു വന്നിട്ടുണ്ട് ട്വൈസ്. അത് കുറച്ചൊന്നായിരുന്നില്ല. ഒരു പ്രാവശ്യം പോയ സമയത്ത് ഒക്കെ നഷ്ടപ്പെട്ട് വീണ്ടും സ്ക്രാച്ച് എന്നാണ് ആക്ച്വലി ഇപ്പോഴത്തെ തുടങ്ങിയേക്കുന്നത്. ആശം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഫോൾ അത്യാവശ്യം വലുതായിരുന്നു. ഞാൻ 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ 12th നാട്ടിൽ പഠിച്ചത്. അതുവരെ KG തൊട്ടിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു 11th കഴിയുന്നവരെ. അപ്പോൾ അതിലൊക്കെ കുഴപ്പമില്ലാണ്ട് ഊരി പോന്നു. ദാറ്റ് ഈസ് വൺ ഗ്രേറ്റ് തിങ്. അത് അത്രയൊക്കെ തന്നെയുള്ളൂ, അത് യാതൊരു സംശയമില്ല. നമുക്ക് പേടിയുണ്ടാവും, അച്ഛന് പേടിയുണ്ടാവില്ല. അത് സത്യം തന്നെയാണ്. ഇപ്പോഴാണെച്ചാലും എല്ലാത്തിനും അയച്ചാലും ഇതെങ്ങനെ മുന്നോട്ട് എത്തിക്കും, എല്ലാത്തിനും ദൈവം നമുക്കൊരു വഴി കാണും. അങ്ങനെ ആക്ച്വലി. പക്ഷെ ഇപ്പോൾ ബ്രദർ അനിയൻ നോക്കുന്ന ബിസിനസ്സിൽ അവൻ ഇതൊക്കെ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടാണ്. ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവത്തെ പ്രാർത്ഥിക്കും, ദൈവം നമ്മളെ സഹായിക്കും, അതൊക്കെ ഉണ്ട്. ആ സ്വഭാവം അച്ഛൻ്റെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, മറ്റേ പ്ലാൻസ് നടക്കും. യെസ്, അതുണ്ട്. ആ ശരിക്കായിട്ടുള്ളത് ദൈവം മാത്രം രക്ഷിച്ചാൽ പോരാ, പക്ഷെ അതിന് നമ്മുടേതായ രീതിയിൽ. അതാണ് ഇവർ രണ്ടാളും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ തൻ്റെ പാദ്യം ചെയ്യും, അച്ഛനും ചെയ്യും. പക്ഷെ അതിൽ കൂടുതലും എന്താ പറയാ ശിവനാണ് കൂടുതൽ സ്ട്രാറ്റജിക് പ്ലാൻ ആയിട്ട്. പക്ഷെ അച്ഛൻ്റെ കാര്യത്തിലും വന്നിട്ട് അങ്ങനെ പോന്നിട്ടുണ്ട്. എന്താ പ്ലാൻ നമുക്കറിയില്ല, പക്ഷെ ഇവന്റെ കാര്യത്തിൽ അവൻ ശരിക്കും പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ പോന്നിട്ടുണ്ട്. ആ ഒരു പോസിറ്റിവിറ്റി നമുക്കായാലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മരുമകൾക്ക്, ഞാൻ മകളെന്ന് തന്നെ പറയുകയാണ്. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ടിട്ട് എനിക്ക് അച്ഛനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നമ്മൾ പറയില്ലേ, എന്താണുള്ളത്? നമ്മൾ മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്നാണ്, എന്നിരുന്നാൽ പോലും ഈ ഒരു ബിസിനസ് അറ്റ്മോസ്ഫിയർ, ഫാമിലി ഓഫ് കോഴ്സ് ഉണ്ട്, എന്നാലും അച്ഛനിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി? അത് എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല മോളെ, അത് ശരിയാവും, അതൊക്കെ എന്തായാലും റെഡിയാവും. ആ ഒരു ഇപ്പം ഞാൻ അത്രയും മനസ്സിന് ധൈര്യമുള്ള ആളോ ഒന്നുമല്ല, പക്ഷെ അച്ഛനോട് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്, അച്ഛാ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു ഒറ്റ വാക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതാണ്, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കൂല. ആ ഒരു അത്രയും കോൺഫിഡൻസ് അച്ഛൻ പറയുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ വീട്ടിൽ നിന്ന് വന്നതാണെന്നോ ഒരു പുതിയ വീട്ടിലേക്ക് കയറാന്നോ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് എത്രയോ നാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ കൂടെ തന്നെ നമ്മൾ ഇനിയും ചിലവഴിക്കണമെന്നുള്ളൊരു രീതിയിലാണ്. അതുപോലെ അമ്മയാണെങ്കിലും രണ്ടുപേരും ഭയങ്കര കെയറിങ് ആണ്. ഒരു നിമിഷം പോലും എനിക്ക് എനിക്ക് വീട്ടിൽ പോകണമെന്നോ വീട് മിസ് ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നിച്ചിട്ടേ ഇല്ല. എൻ്റെ പേരൻസിൽ നിന്ന് കിട്ടുന്ന സെയിം സ്നേഹം തന്നെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മക്കളെല്ലാവരും പറഞ്ഞു അച്ഛനൊപ്പം തന്നെ അമ്മയുടെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. ഇപ്പോൾ തുടക്കകാലം മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ ബിസിനസ് സംബന്ധമായിട്ടുള്ള നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ കൊടുത്ത ഒരു സപ്പോർട്ട്, ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ അമ്മ എന്ന നിലയിലേക്ക് ഉണ്ടായ ഒരു സപ്പോർട്ട്, നമ്മൾ സ്ത്രീകൾ ഭയങ്കര ശക്തരാണെന്നാണല്ലോ പറഞ്ഞത്, ആ ഒരു ശക്തിയായ വനിതയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മളിലേക്ക് ഒന്ന് പറഞ്ഞു തരും. ശക്തിയായ വനിതയൊന്നുമല്ല, വണ്ടികൾ ഇങ്ങനെ ഓടണ നാട്ടിൽ 10-20 വണ്ടി ഉണ്ടായിരുന്നു. എന്നാലും കമ്പനിയിൽ ബില്ല് കംപ്ലീറ്റ് ഞാനാണ് എഴുതി കൊടുത്തോടുന്നത്, കൊട്ടേഷനൊക്കെ അടിക്കുകയായിരുന്നു.
ഫോർക്ക് ലിഫ്റ്റിനും ഇതിനും എല്ലാത്തിനും ടിപ്പറൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം കൊട്ടേഷൻ അടിച്ചു കൊടുത്തിരുന്നു, ബില്ല് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അത്ര തന്നെ. പിന്നെ മക്കളെ നന്നായി നോക്കിയിരുന്നു. മക്കളെ നന്നായി നോക്കിയിരുന്നു. കാരണം ഒരു ബിസിനസ്സുകാരൻ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവര് തല്ലുപിടിക്കുന്ന വെച്ചാല് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് നല്ല കുട്ടികളായി വളർന്നു. നല്ല കുട്ടികളായിരുന്നു. അതായത് 2 റൂമിലല്ലേ, നമ്മള് ഫ്ലാറ്റിന്റെ ഉള്ളിലല്ലേ വളർത്തുന്നത്, ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നല്ല മക്കളായിരുന്നു. നല്ല മക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നമ്മളുടെ കൂടെ എന്തിനും ഏതിനും നിന്ന മക്കളുമായിരുന്നു. ഇപ്പോഴും മക്കളെ പറ്റി എനിക്ക് അഭിമാനം തന്നെയാണ്. അവർക്കും അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ അവരുടെ, എനിക്ക് തോന്നുന്നു സംസാരിച്ചത് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ് നിങ്ങൾ രണ്ടുപേരുമാണ്. ആ ഒരു നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മാത്രമാണ് അവർ നിലയിൽ നിൽക്കുന്നവർ 100% അത്രയും ഹാപ്പി ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വിജയം, ഗൾഫ് സ്റ്റാർ ഗ്ലോബലിൻ്റെ മാത്രം ഒരു കുടുംബത്തിൻ്റെ വിജയം, സന്തോഷം കൂടിയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നട്ടെല്ല് എന്ന് അമ്മയെ വേണേൽ എനിക്ക് പറയാൻ പറ്റും. അച്ഛൻ തന്നെ. അച്ഛൻ നിവർന്ന് നിൽക്കണമെങ്കിൽ അമ്മയുടെ ആ സപ്പോർട്ട് വേണം തീർച്ചയായും, അല്ലേ സാർ? 4 ഡോക്ടേഴ്സുള്ള കുടുംബത്തിലെ അടുത്ത ഡോക്ടറെ നമുക്കൊന്ന് പരിചയപ്പെടാം. നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഞാൻ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ ഞാൻ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ. എങ്ങനെയുണ്ട് മസ്കറ്റിൽ വന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ ഒരു ബിസിനസ് ഇതിനൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? ആക്ച്വലി അച്ഛനെ ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കാണുന്നതാണ്. അപ്പം ഇതെൻ്റെ 2ാമത്തെ വരവാണ്. മുന്നത്തെ 10 കൊല്ലം മുമ്പായിരുന്നു ആദ്യത്തെ വരവ്, ഇത് 2ാമത്തെ വരവ്. കാരണം വളരെ തിരക്കേറിയ ഒരു ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടു ഇവിടെ വന്നിട്ട്. കാരണം ആ ഒരു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഒരു ഫാമിലി സ്പേസിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തിനൊരു പരിഗണനയുണ്ടല്ലോ. അപ്പം അച്ഛൻ്റെ ആ ഒരു അച്ഛനെ അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യൂ. അച്ഛൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബിസിനസ് എത്ര തിരക്കിലാണെങ്കിലും ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. അതായത് ഫാമിലി തന്നെയാണ് മൂപ്പർക്ക് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെ, അതിൽ അമ്മ ഏറ്റവും കൂടുതൽ ഫാമിലി നല്ലപോലെ മാനേജ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെയാണ് അച്ഛൻ ഒബ്വിയസ്ലി ബിസിനസ്സിൽ ഇങ്ങനെ കുറച്ചും കൂടി അഗ്രസീവായിട്ടും കുറച്ച് മുന്നേറാൻ പറ്റുന്നത്. സെയിം തന്നെയാണ് എൻ്റെ കാര്യത്തിലും. കാരണം ഞാൻ ചിലപ്പോൾ 24 hours ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ ഓൾമോസ്റ്റ് ഒരു 16 hours 18 hours കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷനിലൊക്കെ ആയിരിക്കാം. ഒബ്വിയസ്ലി കുട്ടികളുടെ കാര്യം ഒക്കെ കൂടുതലും വൈഫ് തന്നെയാണ് നോക്കുന്നത്. ഓൾമോസ്റ്റ് അമ്മയുടെ അതേ ക്യാരക്ടർ തന്നെയാണ് ഇവിടെ എൻ്റെ വൈഫിനും. അപ്പം എൻ്റെ കരിയറിലും അതേ തന്നെയാണ് ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്കും അതിൽ അഗ്രസീവായിട്ട് പോകാൻ പറ്റുന്നത് ഈ ഫാമിലി നല്ലപോലെ ഒരാൾ നോക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ആ ഒരു സക്സസ്. തീർച്ചയായും ഇന്നത്തെ എനിക്ക് തോന്നുന്നു കപ്പിൾസിനിടയിലൊക്കെ ജോലിക്കിടയിലുള്ള ഒരു അത്യാവശ്യം ഒരു ഇഗോ ക്ലാഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ള സമയത്തും പരസ്പരമുള്ളൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് അല്ലേ, തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വൈഫ് സെയിം ഫീൽഡ് തന്നെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? മാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? വൈഫ് പൾമണോളജി എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. സെയിം ഹോസ്പിറ്റലാണ്. 4 ഡോക്ടേഴ്സുള്ള കുടുംബത്തിൽ അടുത്ത 2 ഡോക്ടർമാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. പറയൂ ഡോക്ടറെ, എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ? യെസ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു 2 months മേലെ ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹണിമൂൺ ഫേസിലാണ്. സോ ഇപ്പോൾ ആക്ച്വലി ജോയിൻ ചെയ്തിട്ടില്ല, കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ ഹണിമൂൺ ഫേസ് ആയത് കാരണം നല്ല രീതിയിൽ അടിച്ചുപൊളിയാണ്. നമ്മൾ എല്ലാ ഇൻ്റർനാഷണൽ ട്രിപ്സ് ഇങ്ങനെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്ത പ്ലാൻസും കൂടി ഉണ്ട്. ബിക്കോസ് ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, രണ്ടും ആൾക്കാർ നോക്കിക്കോളും നമ്മുടെ. അതെ, ഇപ്പോൾ നമ്മളായിട്ട് ഏൺ ചെയ്തിട്ട് ഇനി നടക്കുള്ളൂ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. സോ ഇപ്പോൾ പരമാവധി ഈ ഒരു ടൈമിൽ നമുക്ക് അടിച്ചു പൊളിക്കാനും പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ. എൻ്റെ എമർജൻസി മെഡിസിൻ MD ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ആ ഒരു 3 years നല്ല ഹെക്റ്റിക് വർക്ക് ആയിരുന്നു. സോ ഇനിയൊരു ജോബിന് കയറുന്നതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ചിരുന്നു. മാരേജും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ആക്കാം എന്നുള്ള വിചാരിച്ചിരുന്നത്. നമ്മൾ പറയില്ല മനസ്സിന് നല്ലൊരു കുളിർമ വേണ്ട സമയമാണ്, എനിക്ക് തോന്നുന്നു ആ ഒരു സമയമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഫാമിലിയുടെ ഒപ്പം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ മോട്ടീവും. സോ അത് എല്ലാം നടത്തി തരുന്നത് നമ്മുടെ പാരൻസ് തന്നെയാണ്. അങ്ങനെ യെസ്, എന്താണ് നമ്മളുടെ അടുത്ത ഡോക്ടർക്ക് പറയാനുള്ളത്? ദ സെയിം തിങ്, ഹണിമൂൺ പീരീഡ് ആണ്. ഓക്കെ, പുതിയൊരു ഫാമിലിയിൽ വന്നു, രസമാണ്. സ്കൂൾ മനസ്സിന് കുളിർമ തരുന്ന പീരീഡ് എൻജോയ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. രണ്ടാളും സെയിം ഫീൽഡാണോ? അല്ല, ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ.
ഇന്നത്തെ കാലത്ത് നമ്മൾ കുറേ കാലമായി നമ്മുടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാത്തിലും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ് എന്നുള്ളത്. അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും. അപ്പോൾ ഒരു ബിസിനസ് സംരംഭകൻ അല്ലെങ്കിൽ നമ്മൾ ഒമാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതൊരു മറ്റു രാജ്യങ്ങളായിക്കോട്ടെ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്തിരിക്കും. സോ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. സോ എങ്ങനെയാണ് സാർ ആ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു 4 വർഷം വരെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തിരുന്നത്. അവൻ്റെ സപ്പോർട്ടായിരുന്നു. ഇപ്പം ഞാൻ അവന് സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പം അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചെയ്തു അത് കൊടുത്തു. 10 ദിവസം ഇവിടെയും 20 ദിവസം നാട്ടിലും. ഇപ്പോൾ ഇനി അതിൽ അത്യാവശ്യം വല്ലതും ആൾ എന്നെ വിളിക്കും, അച്ഛാ വരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് വരുവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈറ്റ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയാണ് അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചേക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിപൊളി. എനിക്കിത് മക്കളൊക്കെ പറഞ്ഞൊരു കാര്യം, എന്ത് വന്നാലും ഭൂമി കുലുങ്ങിയാലും ഞാൻ അനങ്ങില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ സ്ട്രെസ് ഒന്നുമല്ല. അതാണ് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണോ, ഒരു പേടിയും പേടിക്കുന്ന കാര്യമില്ല. വരും എന്നുള്ള ചിന്ത മാത്രം മതി. ഒന്നും നഷ്ടപ്പെടുന്ന ചിന്ത നമുക്ക് വേണ്ട. അതായിരിക്കും നമുക്കിപ്പോൾ എല്ലാവരും പറഞ്ഞ ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു വാക്കിൻ്റെ അല്ലേ ഒരു പവർ എന്ന് പറയുന്നത്. പണ്ടൊന്നും എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാർക്കിടയിലോ അല്ലെങ്കിൽ ഇന്നത്തെ വാക്കുകൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന കുറച്ച് വാക്കുകളാണ് സ്ട്രെസ്, ഡിപ്രഷൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഒരു മുന്നേ എറിയുന്ന പോലെ ഈ മാനിഫെസ്റ്റേഷൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒമാനിൽ കാല് വെച്ച സമയം തൊട്ടുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ സംരംഭം ഒമാനിൽ തല ഉയർത്തി നിൽക്കുന്നു. അതാണ് നമ്മുടെ സ്ട്രെസ്സിനെ അങ്ങനെ കട്ടൗട്ട് ചെയ്യുന്നത്. ഒന്നുകൂടി ഡെവലപ്പ് ആള് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി അല്ല, സൂപ്പറായിട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ. അച്ഛൻ്റെ മാനിഫെസ്റ്റേഷന് മകൻ്റെ സപ്പോർട്ടും മകൻ്റെ മാനിഫെസ്റ്റേഷന് അച്ഛൻ്റെ സപ്പോർട്ടും. അതാണ് ഓക്കെ. നമ്മളുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന ഒരു ജനറേഷനിലുള്ള ആളുകൾക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് അങ്ങനെ പറയാനാണെങ്കിൽ എന്തായിരിക്കും ഉള്ളത്? ഇപ്പോൾ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് മാത്രമാവില്ല, ക്യാപിറ്റൽ ഒരു ഐഡിയ ഉണ്ടാവണം, ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 to 2 years റൺ ചെയ്യുന്നതിനുള്ള ക്യാപിറ്റൽ സെക്യൂറായി മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത് സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പണ്ടത്തെ കാലത്ത് ലക്കും വെച്ച് പോവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു ഐഡിയ കൂടി ആയിരിക്കണം. അതാണെങ്കിൽ പിന്നെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു ടീം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആകുള്ളൂ. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ 1 man ഷോ പോലെ കളിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരു ടീം ഉണ്ടായിരിക്കണം. പണ്ടത്തെ പോലെ ഇപ്പോൾ കോമ്പറ്റീഷൻ എല്ലാം കുറവായിരുന്നു, ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വേറെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്, ടെക്നോളജീസ് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം വന്നിട്ട് ഒരു ട്രൈ ചെയ്യുക. അപ്പോൾ അതുപോലെ ക്യാപിറ്റൽ സെക്യൂരിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചിലത് പാളി പോയാൽ തന്നെ അറ്റ്ലീസ്റ്റ് ബാക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാകും. നല്ല ടീം കൂടി ഉണ്ടായിരിക്കണം 100% സക്സസ്ഫുൾ ആവണമെങ്കിൽ. അതായത് എനിക്ക് തോന്നുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് അതും നമ്മുടെ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലും എക്കണോമിക്കലായിട്ടാണെങ്കിലും എല്ലാ ഒരു ഇൻ്റർ റിലേറ്റഡ് ഫാക്ടേഴ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് ബോൾഡായിട്ട് നിന്ന് കളത്തിലിറങ്ങാൻ നമ്മൾ പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് ദ ഫാക്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നിങ്ങൾ പരിചയപ്പെടുത്തി തന്നു. ശരിക്കും ഒരു വളരെ പോസിറ്റീവ് വൈബുള്ളൊരു ഫാമിലി. ഞാൻ വന്നപ്പോൾ തൊട്ട് സാറിൻ്റെ മുഖത്ത് ചിരി എന്നുള്ളവരല്ലാതെ കണ്ടില്ല. എന്തൊരാളും മക്കളും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ചിരിയാണ് വിജയം അല്ലേ? ആ പോസിറ്റിവിറ്റിയാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും. ഇനിയുള്ള മേഖലകളും നിങ്ങളുടെ മനസ്സിലുള്ള ഫ്യൂച്ചർ പ്ലാൻസിലേക്കല്ല എല്ലാ പ്ലാൻസിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ. ഒപ്പം തന്നെ all the very best for all of you. Thank you very much.